ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ക്ലോഷർ ഇല്ലായ്മ. എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും മോശമായി? എന്തുകൊണ്ട് അയാൾ എന്നെ വേണ്ടാന്ന് വെച്ചു? എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു പൂർണ്ണമല്ലാത്ത ഒരു എൻഡിങ് ആയിരിക്കും ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ക്ലോഷർ തേടി നടക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു ആളാണ് നിങ്ങളെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഇതിന്റെ ഒരു കാരണവും ഇത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നമുക്കൊന്ന് നോക്കാം. സോ TQ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു നാർസിസ്റ്റിന്റെ ക്ലോഷർ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു നാർസിസ്റ്റിലേക്കാണ്. അയാൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഒരു ക്ലോഷർ തരണം. സത്യസന്ധത അല്ലേ? നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ അതിനൊരു ക്ലോഷർ നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്ലോഷർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സോറി എങ്കിലും ചോദിക്കണമെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റി അവർക്ക് വേണം. നോട്ട് ദ പോയിന്റ്, അക്കൗണ്ടബിലിറ്റി. ഈ ഒരു സംഭവം നാർസിസ്റ്റിന് ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്തെ ഇവർ ഒരു വലിയ സ്റ്റോറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഥകൾ അവർ ആദ്യമേ മെനഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ചുറ്റുപാടുള്ളവരെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ ഒരു വിക്ടിം കളിച്ച് എല്ലാത്തിലും ഞാനാണ് അനുഭവിക്കുകയാണ്, എന്നെ വേദനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ഒരു ഇമേജ് മറ്റുള്ളവർക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. സോ ഈ ഒരു ഇമേജിന്റെ ഉള്ളിൽ, ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ളിൽ, ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വലിയ കള്ളങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇവർ എങ്ങനെ ക്ലോഷർ തരും? ഇവരൊരു ക്ലോഷർ തന്നു കഴിഞ്ഞാൽ ഇവരുടെ വലിയ ഒരു മുഖമുടിയായിരിക്കും താഴെ വീഴുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു നാർസിസ്റ്റ് സത്യസന്ധമായിട്ട് ഒരു ക്ലോഷർ നിങ്ങൾക്ക് തരാനുള്ള ക്യാപ്പബിലിറ്റി അവർക്ക് ഇല്ല എന്നുള്ളത്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലോഷറിനോ ക്ലാരിറ്റിക്കോ പകരം ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ. കാരണം ഇവരുണ്ടാക്കിയ സ്റ്റോറികളും ഇവരുണ്ടാക്കുന്ന ആ ഒരു വിക്ടിം ഗെയിമും ആ ഒരു ഗ്യാസ് ലൈറ്റിങ്ങും, അപ്പൊ നമ്മളാണോ തെറ്റുകാർ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ, ഈ ഒരു ചിന്തകളും ആ ഒരു ഗിൽട്ടും ഒക്കെ കൊണ്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു ക്ലോഷർ കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിലായിരിക്കും നിങ്ങൾ ഓൾറെഡി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതിന്റെ കാരണം അവർ ക്ലോഷർ തരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവരിൽ നിന്നും വലിയ ഒരു ക്ലോഷർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ടുള്ള ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഒരിക്കൽ ഇവർ വന്ന് നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ജീവിതം സ്റ്റക്കായി നിൽക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലോഷർ. ഈ ഒരു സംഭവങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അയാൾ എന്നെ ഒരുപാട് അബ്യൂസ് ചെയ്തു, അയാൾ എന്നെ ഒരുപാട് ചതിച്ചു, എന്നെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ ഒരു മോശക്കാരനാക്കി, ഇങ്ങനെ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഓരോ തെറ്റുകളാണ് നിങ്ങൾക്കുള്ള ക്ലോഷർ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് അവർ എനിക്ക് ഒന്നും ഇനി തരാനില്ല, അത് അവിടെ തീർന്നു എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതായിരിക്കും നിങ്ങൾക്കൊരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ക്ലോഷർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ വലുതായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം അത് നിങ്ങളോട് തന്നെയാണ്.
അവർ നിങ്ങളെ പഠിപ്പിച്ചത് എന്താണെന്നുള്ളത്, അവരിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ്, ഓരോ സാഹചര്യത്തിലും എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്, എത്ര കാലം, എത്ര സമയം, എത്ര ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, ഇങ്ങനെ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തന്നത്, എന്താണ് നിങ്ങൾക്ക് അവർ തന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ ഒരു ഓർമ്മയും നിങ്ങളുടെ ആ ഒരു തീരുമാനവുമാണ് നിങ്ങൾക്കുള്ള ഏക ക്ലോഷർ. സോ ക്ലോഷറിന്റെ പിന്നാലെ പോയി വീണ്ടും ജീവിതം കളയുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായിട്ടൊരു ക്ലോഷർ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരു ക്ലോഷറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമന്റ് ചെയ്യണം, ഡൺ വെയിറ്റിംഗ്. എൻ്റെ ഈ ഒരു വെയിറ്റിംഗ് കാലാവധി ഞാനിവിടെ നിർത്തി, അത് കഴിഞ്ഞു എന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ക്ലോഷറിനെ കുറിച്ച് ആലോചിച്ചിരിക്കാണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. നല്ല നല്ല സ്വപ്നങ്ങളെല്ലാം കണ്ടുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം ജീവിക്കണം. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളും വലിയ വലിയ സംഭവങ്ങളും ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങളൊന്നും ഫേസ് ചെയ്ത പോലെ മറ്റൊരാളും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ വേദന എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും മറ്റൊരാൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു മെന്റൽ മാനിപ്പുലേഷൻസും പ്രശ്നങ്ങളും അബ്യൂസും ഒക്കെ അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുകയുള്ളൂ. സോ എല്ലാവരും മനസ്സിലാക്കാനും വലിയ വലിയ ക്ലോഷറിനൊന്നും കാത്തിരിക്കണ്ട. ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ ഇന്ന് തന്നെ ജീവിതം മുന്നോട്ട് തുടങ്ങണം. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.